കത്തോലിക്ക സഭയുടെ അടുത്ത പരമാചാര്യൻ ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം തേടി വിശ്വാസി സമൂഹം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു നാളുകളാണ് ഇത്. മെയ് മാസം 7-ാം തീയതി നടക്കാൻ പോകുന്ന കോൺക്ലേവ് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആദിമ നൂറ്റാണ്ട് മുതൽ മാർപ്പാപ്പമാരെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തിരുന്നത്, അത് പിന്നീട് എങ്ങനെ ഈ ഒരു കോൺക്ലേവ് സംവിധാനത്തിലേക്ക് വന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അത്തരം വസ്തുതകളിലേക്ക് പോകുമ്പോൾ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദിമ നൂറ്റാണ്ടുകളിൽ നാം ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരു കോൺക്ലേവ് സംവിധാനം നിലനിന്നിരുന്നില്ല. മറിച്ച് മാർപ്പാപ്പയെ ആദിമ നൂറ്റാണ്ടുകളിൽ തിരഞ്ഞെടുത്തിരുന്നത് റോമ രൂപതയിലെ ബിഷപ്പുമാർ, റോമിലെ വിശ്വാസി സമൂഹം എന്നിവർ ചേർന്നായിരുന്നു മാർപ്പാപ്പയെ ആദിമ നൂറ്റാണ്ടുകളിൽ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് 4-ാം നൂറ്റാണ്ടിൽ നടന്ന നിക്കിയ കൗൺസിൽ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ക്ലർജിക്കായിരിക്കും എന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്, ആ ഒരു നിബന്ധനയാണ് മുന്നോട്ട് വെച്ചത്. മറിച്ച് ലേ പീപ്പിൾ, അതായത് ആത്മായരായിട്ടുള്ള വിശ്വാസി സമൂഹം, പ്രത്യേകിച്ച് അരിസ്റ്റോക്രസി വിഭാഗത്തിൽപ്പെട്ടവർ, പ്രഭു കുടുംബത്തിൽപ്പെട്ടവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലർജി എടുക്കുന്ന മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു തീരുമാനത്തിന് അംഗീകാരം നൽകുക എന്ന ഒരു ഉത്തരവാദിത്തമായിരിക്കും ഉണ്ടാവുക എന്ന് 4-ാം നൂറ്റാണ്ടിൽ നടന്ന നിക്കിയ കൗൺസിൽ അത്തരമൊരു നിർദ്ദേശം, അത്തരമൊരു നിബന്ധന മുന്നോട്ട് വെച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ആ ഒരു നൂറ്റാണ്ടുകളിൽ ഈ ക്ലർജി അല്ലെങ്കിൽ ഈ പ്രഭു കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ അരിസ്റ്റോക്രസി വിഭാഗത്തിൽ പെട്ടവരുടെ ഒരു അംഗീകാരവും അവർ നൽകുന്ന ഒരു അംഗീകാരവുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കലായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നതിനാൽ പിന്നീട് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് AD 769 നടന്ന ലാറ്ററൻ കൗൺസിൽ മറ്റൊരു നിർണായകമായിട്ടുള്ള ഒരു മാറ്റം, ഈ തെരഞ്ഞെടുപ്പ് ചട്ടവട്ടങ്ങളുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് ആ ഒരു നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായകമായിട്ടുള്ള ഒരു മാറ്റം മുന്നോട്ട് വെച്ചു. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ ഈ ലേ പീപ്പിളിനുള്ള ആ ഒരു അധികാരം കുറെ കൂടി ഈ ഒരു ലാറ്ററൻ കൗൺസിൽ പരിമിതപ്പെടുത്തി. അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ ക്ലർജിക്കായിരിക്കും അവകാശമുള്ളത്, മറിച്ച് ഈ ലേ പീപ്പിൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലർജി തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ആ ഒരു നിയമനത്തിന് ഒരു അക്ലമേഷൻ നൽകുക, അതായത് റൈറ്റ് ഓഫ് അക്ലമേഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് AD 769 നടന്ന ലാറ്ററൻ കൗൺസിൽ അത്തരമൊരു നിർദ്ദേശം, അത്തരമൊരു നിബന്ധന നടപ്പാക്കി. അതിനുശേഷം പോപ്പ് നിക്കോളാസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ 1059 മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ അതീവ നിർണായകമായിട്ടുള്ള മറ്റൊരു മാറ്റം സംഭവിച്ചത്. അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം കാർഡിനൽസിനായിരിക്കും എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു നിബന്ധനയാണ് പോപ്പ് നിക്കോളാസ് രണ്ടാമൻ 1059 മുന്നോട്ട് വെച്ചത്. ഈ ക്ലർജി ഒപ്പം തന്നെ ലേ പീപ്പിൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാർഡിനൽസ് എടുത്ത ആ ഒരു ഡിസിഷൻ, അതിനൊരു അക്ലമേഷൻ നൽകുക എന്നൊരു അധികാരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് AD 1059 പോപ്പ് നിക്കോളാസ് രണ്ടാമൻ പ്രത്യേക ഉത്തരവിലൂടെ ആ ഒരു നടപടിക്രമങ്ങളെ സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മറ്റൊരു നിർണായകമായിട്ടുള്ള മാറ്റം സംഭവിച്ചത് 1179 അലക്സാണ്ടർ മൂന്നാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹം ഈ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ ചക്രവർത്തിമാർക്കുള്ള പ്രത്യേക ഒരു അവകാശങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി. മറിച്ച് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കാർഡിനൽ കോളേജ് യോഗം ചേരണം, ഒപ്പം തന്നെ 2/3 ഭൂരിപക്ഷം കാർഡിനൽ കോളേജിൽ അല്ലെങ്കിൽ ആ ഒരു യോഗത്തിൽ, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന യോഗത്തിൽ അല്ലെങ്കിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് കാർഡിനൽ കോളേജിൽ 2/3 ഭൂരിപക്ഷം വേണം എന്ന നിബന്ധന മുന്നോട്ട് വെച്ചത് അലക്സാണ്ടർ മൂന്നാമൻ മാർപ്പാപ്പയാണ് 1179. പിന്നീട് 1274 ഗ്രിഗറി 10 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ് ഈ കോൺക്ലേവ് എന്നൊരു വാക്ക് ആദ്യമായി രൂപം കൊണ്ടത്. അതിന് ഇടയായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. ഗ്രിഗറി 10 മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കൗതുകകരമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 1000-ലധികം ദിവസങ്ങൾ പിന്നിട്ടു ഗ്രിഗറി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള ആ ഒരു കോൺക്ലേവ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺക്ലേവ് നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ മേൽക്കൂര പൊളിച്ച്
അന്ന് ഇറ്റലിയിലെ ആ ഒരു വൈറ്റർബോ പ്രദേശത്തുണ്ടായിരുന്ന ജനങ്ങൾ ആ ബിൽഡിങ്ങിൽ ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിനുള്ള ആ ഒരു ഭക്ഷണമൊക്കെ ലിമിറ്റ് ചെയ്തതായി, അതായത് ബ്രെഡ് വാട്ടർ എന്ന രീതിയിലേക്ക് ഭക്ഷണം ലിമിറ്റ് ചെയ്തതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി 3 വർഷത്തോളം നീണ്ടു നിന്ന ആ ഒരു കോൺക്ലേവ്, അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി വീണ്ടും ചരിത്രത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രിഗറി 10 മാർപ്പാപ്പ കോൺക്ലേവ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു കൺസെപ്റ്റ് വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതായത് കോൺക്ലേവ് 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിൻ്റെ ഭക്ഷണം ഒരു നേരമാക്കി ചുരുക്കും എന്നൊരു നിബന്ധന അദ്ദേഹം വയ്ക്കുകയുണ്ടായി. മറിച്ച് 8 ദിനത്തിൽ കൂടുതൽ ആ ഒരു കോൺക്ലേവ് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ ആ കാർഡിനൽസിനുള്ള ഭക്ഷണം ബ്രെഡ് വാട്ടർ എന്ന രീതിയിലേക്ക് ചുരുക്കും എന്നൊരു നിബന്ധനയൊക്കെ അദ്ദേഹം വയ്ക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് അത്തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിബന്ധനകൾ തുടർന്നുള്ള നൂറ്റാണ്ടുകൾ അതൊക്കെ എടുത്തു മാറ്റുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ രസകരമായിട്ടുള്ള കൗതുകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട്. 1274 മുമ്പ് പലതവണ ഒരു മാർപ്പാപ്പയുടെ മരണം നടന്ന അതേ ദിനം തന്നെ ആ മാർപ്പാപ്പയുടെ ആ ഒരു പിൻഗാമിയെ തിരഞ്ഞെടുത്ത ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ വത്തിക്കാൻ അല്ലെങ്കിൽ കത്തോലിക്ക സഭ കൊണ്ടുവരികയുണ്ടായി. അതായത് മാർപ്പാപ്പയുടെ മരണശേഷം മിനിമം ഒരു 10 ദിവസം എന്നൊരു നിബന്ധന പിന്നീട് കൊണ്ടുവന്നു. അതിനുശേഷം 15 ദിവസം, കാരണം ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാർക്ക് റോമിൽ എത്താനുള്ള ഒരു സാവകാശം 15 ദിവസം എന്നൊരു നിബന്ധന പിന്നീടാണ് കൊണ്ടുവന്നത്. ഈ 10 ദിവസത്തെ ആ ഒരു നിബന്ധന കൊണ്ടുവന്നതിന് ശേഷം നടന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺക്ലേവ് എന്ന് പറയുന്നത് 1503 ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ നടന്ന കോൺക്ലേവ് ആണ്. വെറും 10 മണിക്കൂർ മാത്രമാണ് ആ കോൺക്ലേവ് നീണ്ടു നിന്നത്. 1939 പിയൂസ് 12 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട കോൺക്ലേവ്, വൺ ഓഫ് ദി ഷോർട്ടസ്റ്റ് കോൺക്ലേവ് ഇൻ ദ മോഡേൺ ഹിസ്റ്ററി, അല്ലെങ്കിൽ സമീപകാല ചരിത്രത്തിലെ ഒരു ഷോർട്ടസ്റ്റ് കോൺക്ലേവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 3 തവണത്തെ വോട്ടെടുപ്പിന് ശേഷം, ഒരു 3 തവണത്തെ വോട്ടെടുപ്പിന് ശേഷം പിയൂസ് 12 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ അന്നത്തെ കോൺക്ലേവിന് സാധിച്ചു. അദ്ദേഹം അന്നത്തെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി സേവനം ചെയ്തു വരികയായിരുന്നു പിയൂസ് 12 മാർപ്പാപ്പയെ 1939 കോൺക്ലേവിൽ തിരഞ്ഞെടുത്തത്. കത്തോലിക്ക സഭയിലെ ഭൂരിഭാഗം കോൺക്ലേവുകളും റോമിൽ അല്ലെങ്കിൽ വത്തിക്കാനിൽ വെച്ച് തന്നെയാണ് നടന്നിരുന്നത്. എന്നാൽ എല്ലാ കോൺക്ലേവുകളും റോമിലോ അല്ലെങ്കിൽ വത്തിക്കാനിലോ വെച്ച് നടന്നിരുന്നില്ല എന്നതാണ് ചരിത്ര സത്യം. നമ്മൾ കോൺക്ലേവുകളുടെ ഒരു എണ്ണം എടുത്ത് നോക്കുമ്പോൾ 4 കോൺക്ലേവുകൾ പൗളിൻ ചാപ്പലിൽ വെച്ച് നടന്നിട്ടുണ്ട്. 30ഓളം കോൺക്ലേവുകൾ റോമിൽ തന്നെയുള്ള സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക, ഒപ്പം തന്നെ സാന്താ മരിയ സൊപ്പോറ, മിനേർവ തുടങ്ങിയ പ്രദേശങ്ങളിൽ 30ഓളം കോൺക്ലേവുകൾ റോമിൽ വെച്ച് തന്നെ നടന്നിട്ടുണ്ട്. 15ഓളം തവണ റോം അല്ലെങ്കിൽ വത്തിക്കാന് പുറത്ത് കോൺക്ലേവുകൾ നടന്നിട്ടുണ്ട്. അതായത് ഇറ്റലിയിലെ വിറ്റേർബോ, പെരൂജിയ, അരേസോ, വെനിസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കോൺക്ലേവുകൾ നടന്നിട്ടുണ്ട്. കോൺസ്റ്റാൻസ്, ജർമ്മനി, ലിയോൺ തുടങ്ങിയ പ്രദേശങ്ങളിലും കോൺക്ലേവുകൾ നടന്നിട്ടുണ്ട്. അതായത് ചരിത്രം എടുത്തു നോക്കുമ്പോൾ വത്തിക്കാനിൽ വെച്ച് മാത്രമല്ല, അല്ലെങ്കിൽ റോമിൽ വെച്ച് മാത്രമല്ല കോൺക്ലേവുകൾ നടന്നിട്ടുള്ളത്. ജർമ്മനി, ഫ്രാൻസ്, ഒപ്പം തന്നെ റോമിന് പുറത്തുള്ള പല പ്രദേശങ്ങളിലും കോൺക്ലേവുകൾ നടന്നതായി ചരിത്രം നമുക്ക് സാക്ഷി നൽകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രിഗറി 10 മാർപ്പാപ്പയാണ് കോൺക്ലേവ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കാർഡിനൽസിനെ ഒരു റൂമിനുള്ളിൽ ലോക്ക് ചെയ്യണം. അതായത് കംക്ലേവ് വിത്ത് എ കീ എന്നൊരു അർത്ഥം വരുന്ന ഒരു ടേമിൽ നിന്നാണ് കോൺക്ലേവ് എന്നൊരു വാക്ക് രൂപപ്പെട്ടത്. ഇനി ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ മാർപ്പാപ്പമാർ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇറ്റലിയിൽ നിന്നും ഇതുവരെ 217ഓളം മാർപ്പാപ്പമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട 1978 മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട 2013 വരെയുള്ള കാലഘട്ടത്തിൽ, അത്രയും നീണ്ട വർഷം ഇറ്റലിയിൽ നിന്നും ഒരു മാർപ്പാപ്പ ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ജോൺ പോൾ 2 മാർപ്പാപ്പ പോളണ്ടുകാരനായിരുന്നു. 2005 തിരഞ്ഞെടുക്കപ്പെട്ട ബെനഡിക്ട് 16 മാർപ്പാപ്പ ജർമ്മൻകാരനാണ്. 2013 തിരഞ്ഞെടുക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ അർജൻറ്റീനക്കാരനാണ്. അതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങളായി ഇറ്റലിക്ക് പുറത്തുനിന്നാണ് മാർപ്പാപ്പമാർ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ കാലഘട്ടം മുതൽ. മറ്റ് രാജ്യങ്ങളിൽ നിന്നും എത്ര മാർപ്പാപ്പമാർ ഇതുവരെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യ പദവിയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഫ്രാൻസിൽ നിന്നും 16ഓളം മാർപ്പാപ്പമാരാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ജർമ്മനിയിൽ നിന്നും 6 പേർ, സിറിയയിൽ നിന്നും 5 പേർ, ഗ്രീസിൽ നിന്നും 3 പേർ, ഒപ്പം തന്നെ ഹോളി ലാൻഡ് മധ്യപൂർവേഷ്യയിൽ നിന്നും 3 പേർ, ട്യൂണീഷ്യയിൽ നിന്നും 3 മാർപ്പാപ്പമാരെ നമുക്ക് ലഭിച്ചു. ക്രൊയേഷ്യയിൽ നിന്നും
2 മാർപ്പാപ്പമാരെ നമുക്ക് ലഭിച്ചു. സ്പെയിനിൽ നിന്നും 2 പേർ, പോർച്ചുഗലിൽ നിന്നും 2 പേർ, തുർക്കിയിൽ നിന്ന് 2 മാർപ്പാപ്പമാരെ കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അർജന്റീനയിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയും കത്തോലിക്ക സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2000 വർഷത്തെ ഒരു ചരിത്രം നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം, മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം, മാർപ്പാപ്പമാരുടെ പ്രായം സംബന്ധിച്ച ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ വളരെ വളരെ കൗതുകരമായിട്ടുള്ള വിശേഷങ്ങൾ, വളരെ രസകരമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഏറ്റവും പ്രായം കൂടിയ മാർപ്പാപ്പമാർ ആരൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. 1191 തിരഞ്ഞെടുക്കപ്പെട്ട പോപ്പ് സെലസ്റ്റിൻ മൂന്നാമൻ മാർപ്പാപ്പ, ഒപ്പം 1294 തിരഞ്ഞെടുക്കപ്പെട്ട സെലസ്റ്റിൻ അഞ്ചാമൻ മാർപ്പാപ്പ. ഇവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇവരുടെ വയസ്സെന്ന് പറയുന്നത് 85 വയസ്സും. ബെനഡിക്ട് 16 മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 78 ഇനി ചരിത്രത്തിലെ ഒരു യങ്ങസ്റ്റ് പോപ്പ് എന്ന് പറയുന്നത് ബെനഡിക്ട് 9 മാർപ്പാപ്പയാണ്. അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സിന് താഴെ മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. 1492 സിസ്റ്റൈൻ ചാപ്പലിൽ ആദ്യത്തെ കോൺക്ലേവ് നടന്നത്. പിന്നീട് 1878 മുതൽ തുടർച്ചയായി സിസ്റ്റൈൻ ചാപ്പലിൽ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുവാനുള്ള സുപ്രധാനമായിട്ടുള്ള കാർഡിനൽസിൻ്റെ യോഗമായിട്ടുള്ള ആ ഒരു കോൺക്ലേവ് 1878 മുതൽ തുടർച്ചയായിട്ട് മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുവാൻ സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ഗ്രിഗറി 10 മാർപ്പാപ്പയാണ് ഈ കോൺക്ലേവ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസ് താമസിക്കുന്നത് ഡൊമൂസ് സാന്താ മാർത്ത ഗസ്റ്റ് ഹൗസിലാണ്. അത് പണി കഴിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് 1996 മുമ്പൊക്കെ സിസ്റ്റൈൻ ചാപ്പലിനോട് ചേർന്നുള്ള റൂമിൽ പ്രത്യേകം തയ്യാറാക്കിയ കട്ടിലുകളിലാണ്, അത്തരം സംവിധാനങ്ങളിലായിരുന്നു ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസൊക്കെ താമസിച്ചിരുന്നത്. കോൺക്ലേവുമായി ബന്ധപ്പെട്ട് മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. നിരവധി വിശേഷങ്ങൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. അത് എന്തു തന്നെയായിക്കോട്ടെ, നമ്മൾ ഏറ്റവും ആത്യന്തികമായി നാം ഇപ്പോൾ നടത്തേണ്ടത് തീർച്ചയായിട്ടും പ്രാർത്ഥന തന്നെയാണ്. തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടി, നല്ലൊരു മാർപ്പാപ്പയെ സഭയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി. ഈ ഒരു സമകാലിക ആധുനിക കാലഘട്ടത്തിൽ വിശ്വാസ സത്യങ്ങളിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ, ധാർമ്മിക വിഷയങ്ങളിൽ പരമ്പരാഗത ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന, സഭാ നൗകിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ മുന്നോട്ട് നയിക്കുന്ന ധീരതയോടെ, പ്രവാചക ധീരതയോടെ മുന്നോട്ട് നയിക്കുന്ന, സുവിശേഷ തീക്ഷ്ണതയുള്ള, ആത്മാക്കളെ പ്രതി തീക്ഷ്ണതയുള്ള നല്ലൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കാർഡിനൽസിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വത്തിക്കാനിൽ നിന്നും ജോർജി ജോസ്, ഷെക്കിന ന്യൂസ്.